മലയാള സിനിമാ കളക്ഷനിലെ സർവകാല റെക്കോർഡുമായി മുന്നേറുകയാണ് എമ്പുരാൻ. 325 കോടിയാണ് ചിത്രം ആഗോള ബിസിനസ്സിലൂടെ നേടിയിരിക്കുന്നത്. അണിയറപ്പുറത്ത് തന്നെയാണ് ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിൽ ഔദ്യോഗികമായി അറിയിച്ചതും. അതേസമയം വ്യത്യസ്ത റീജിയണലായി ബോക്സ് ഓഫീസിൽ വ്യത്യസ്തമായ മലയാള സിനിമകളാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. ബോക്സ് ഓഫീസിലെ എമ്പുരാന്റെ കുത്തൊഴുക്കിലും ഇവയ്ക്കൊന്നും സ്ഥാനത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും കളക്ഷനിൽ ഒന്നാം സ്ഥാനത്തുള്ള 2018 സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ പ്രളയം പ്രമേയമാക്കി എത്തിയ സിനിമ 89 കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയത്. ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് എമ്പുരാൻ. 81 കോടിയാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ. ഇപ്പോഴും എമ്പുരാൻ തിയേറ്ററിൽ പ്രദർശനം തുടർന്നാൽ ഒരുപക്ഷേ ഈ റെക്കോർഡിൽ മാറ്റം വന്നേക്കാം. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യ മുഴുവനായും കളക്ഷനിൽ ഒന്നാം സ്ഥാനത്തുള്ള മലയാള സിനിമയും മഞ്ഞുമൽ ബോയ്സ് ആണ്. ചിത്രം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 95 കോടിയായിരുന്നു കളക്ഷനിൽ നേടിയിരുന്നത്. 178 കോടിയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത്. എമ്പുരാൻ 120 കോടിയാണ് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാണ് ട്രാക്കറുടെ റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. 63 കോടിയാണ് ചിത്രം നേടിയത്. കർണാടകത്തിൽ നിന്ന് ചിത്രം 15 കോടിക്ക് മുകളിലും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 14 കോടിക്ക് മുകളിലും നേടിയിരുന്നു. നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ നേടിയത് മാർക്കോയാണ്. 13 കോടിയോളമാണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയത് എന്ന് ട്രാക്കേഴ്സ് റിപ്പോർട്ട്. എമ്പുരാന് നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടം കൊയ്യാനായിട്ടില്ല. അതേസമയം ഇന്ത്യക്ക് പുറത്ത് മലയാള സിനിമയ്ക്ക് മാർക്കറ്റുള്ള പ്രധാന രാജ്യങ്ങളെല്ലാം എമ്പുരാൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. ഗൾഫ് രാജ്യത്തിനും യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം കളക്ഷനിൽ ഏറ്റവും മുന്നിലുള്ള മലയാള ചിത്രം എമ്പുരാനാണ്.